എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തണുപ്പ് കാലം നവംബർ അവസാനമായി ഡിസംബർ ഒക്കെ ആവാറായ സമയത്ത് തണുപ്പ് കാലത്ത് ഇവിടെ വരുന്ന പ്രത്യേക ഒരു ബാജിയാണ്. അതായത് ഒരു പച്ചക്കറിയാണ് നമ്മുടെ വട്ടണ. അതായത് നമ്മുടെ എന്താ പറയുക, നാട്ടിൽ പറയില്ലേ വട്ടണ, ഉണക്ക വട്ടണ കിട്ടില്ലേ, അതിൻ്റെ പച്ച ഫ്രഷ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ തോലോട് കൂടി ഉണ്ടാവുക, തോല് ഒഴിച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതുണ്ടല്ലോ നല്ല ഫ്രഷായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുന്ന സമയമാണ് ഇപ്പോൾ. ഈ സമയത്ത് അത് വാങ്ങി ബാജി ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ കാലത്ത് മിക്ക വീട്ടുകളിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ബാജി ഉണ്ടാവും ഇവിടങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ബാജിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ വട്ടണാണ്. ഇത് ഇത്രയൊന്നും എടുക്കണം എന്നില്ല, ഇവിടെ വളരെ ഇഷ്ടമാണ്, അത് കാരണം കൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ. അത്ര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ക്യാരറ്റ് അതന്നെ വേണം ചേർക്കാം കേട്ടോ, മറ്റേ ക്യാരറ്റ് ചേർക്കരുത്. ഓറഞ്ച് ക്യാരറ്റ് അത് അത്യാവശ്യം വലുപ്പമുള്ള ഒന്ന്. പിന്നെ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 2 സവോള ചെറുതായി അരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് മസാലകളൊക്കെ ചേർത്തിട്ട് അടിപൊളി നല്ലൊരു ബാജി ഉണ്ടാക്കാം കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സബ്ജിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ഒന്ന് കാണുക കേട്ടോ. ലാസ്റ്റ് വരെ ഫുൾ കണ്ടാലാണ് അതിൽ എന്തൊക്കെയാണ് ചേർക്കണമെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചേർക്കുന്ന എണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതിന് ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നാടൻ ഡിഷൊന്നല്ലല്ലോ, അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുക്. ആദ്യം തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഒരു 2 മണി ജീരകം, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം കേട്ടോ. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് പൊട്ടി വരട്ടെ. ആ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള, അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ എന്തായാലും പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ അല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അസിഡിറ്റിയുടെ പ്രശ്നമൊന്നും വേണ്ട. അതിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കടുകും ജീരകമൊക്കെ നന്നായി പൊട്ടി വന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് ഈ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഫ്രൈ ആക്കി വരട്ടെ. ഒരുപാട് ഫ്രൈ ആവണ്ട, എന്നാലും ഒന്ന് സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം കേട്ടോ. നന്നായി സോഫ്റ്റായിട്ട് വരട്ടെ. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. അതായത് സബ്ജിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഏകദേശം കണക്കിന് ചേർത്ത് കൊടുക്കാം. എന്തായാലും ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ സവോള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിരിക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാൻ കാര്യമില്ലേ. അപ്പോൾ അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്ന് സോഫ്റ്റായി വരട്ടെ. ഇപ്പോൾ സവോള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത്ര സോഫ്റ്റായാൽ മതി. ഇനി ബാജിയുടെ കൂടെയൊക്കെ കിടന്നിട്ട് അതായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലുണ്ടല്ലോ ഒരു സ്പെഷ്യൽ മസാല ചേർക്കുന്നുണ്ട്. അതായത് സബ്ജി മസാല പറഞ്ഞൊരു മസാല കിട്ടും. അതിലെല്ലാം ചേർന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുറച്ച് നല്ല കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി, അതായത് ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ചേർക്കണം എന്നില്ല, കാരണം ആ സബ്ജി മസാലയിൽ എല്ലാം ചേരുന്നുണ്ട് കേട്ടോ. അതൊരു കളറിന് വേണ്ടിയാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി ഇളക്കുക. ഇത് നന്നായി ഇളക്കി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ സബ്ജി മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സബ്ജി മസാല ഉണ്ടല്ലേ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട. ഒരുപാടൊക്കെ ഇട്ട ഏത് മസാല ആയാലും അറിയാലോ ഒരു കുത്തൽ വരും. അപ്പോൾ 1 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഈ മസാലകളുടെ മണമൊക്കെ നന്നായി മാറി വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി കിടന്ന് ഒന്ന് സോഫ്റ്റ് ആവട്ടെ, നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടെ കേട്ടോ. അതിന് 2 മിനിറ്റ് വേണ്ടി വരും. ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മസാലയും തക്കാളിയും ഒക്കെ കൂടി ഒന്ന് സോഫ്റ്റായി വരും. ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം നമ്മുടെ വട്ടണ, അതായത് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഇങ്ങനെ ഫ്രഷായി കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉള്ളൂ. ഗ്രീൻ പീസ് അല്ലാണ്ട് നമുക്കറിയാം ഉണങ്ങിയിട്ടുള്ളത് കിട്ടുന്നത്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ സമയത്ത് തന്നെയാണത് നല്ല ഫ്രഷായിട്ട് കിട്ടുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് മൂത്തൊക്കെ അതിൻ്റെ മധുരമൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞങ്ങൾ ഈ സമയത്താണ് കൂടുതലായിട്ട് വാങ്ങുന്നത്, സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ.
അപ്പോൾ ഈ മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റും നമ്മുടെ പൊട്ടറ്റോയും ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഇതും ഗ്രീൻ പീസും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം, കുറേ വെള്ളത്തിലൊന്നും ഇത് ഉണ്ടാക്കരുത്. സാധാരണ ഞാനൊക്കെ എങ്ങനെയാ വെച്ചാൽ ഈ ഉപ്പേരികളിലൊന്നും വെള്ളം ഒഴിക്കില്ല. പക്ഷേ ഇത് കുറച്ച് വെള്ളത്തോടു കൂടി വേണം, അതായത് ഒന്ന് കൊഴുങ്ങനെ വേണം. അത് കാരണം കുറച്ച് വെള്ളം, അത് ചൂടുവെള്ളം തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ. പച്ചവെള്ളം ഒന്നും ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയി പോകും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഭാജി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇതിൽ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതായത് ഈ തക്കാളിയുടെയും പിന്നെ ക്യാരറ്റും പിന്നെ ഇത് നമ്മുടെ ഇതുണ്ടല്ലോ വട്ടണ, അത് അധികം മൂക്കാത്തതല്ലേ, അതുകൊണ്ടായിരിക്കും അതിന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം, അതായത് നല്ല തിളപ്പിച്ച വെള്ളം കേട്ടോ. കുറേ ഒഴിച്ചു കൊടുക്കരുത്, ഒരു ലേശം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് മിക്സായിട്ട് വരും, അതിന് വേണ്ടിയാണ്. വെള്ളം ഒഴിക്കണില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഇത് അങ്ങനെ ഡ്രൈ ആവേണ്ട ഭാജിയല്ല കേട്ടോ, ഒന്നിങ്ങനെ ഇതായിട്ടിരിക്കേണ്ടതാണ്, ഒന്ന് കുഴമ്പ് രൂപത്തിലിരിക്കുന്നതാണ്. കുറച്ച് വെള്ളം അത് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി നന്നായി വേവേണ്ടി വരും കേട്ടോ. ഒരു പകുതി വേവായിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് തന്നെ വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ 2-3 മിനിറ്റ് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ഭാജി ഇതെങ്ങനെ കേട്ടോ, ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ കണ്ടോ, ഇങ്ങനെയാണ് ഇത് വേണ്ടത്. അല്ലാണ്ട് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവരുത്. ഇപ്പോൾ ഇതാ പൊട്ടറ്റോ ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, ഒരുപാട് കുഴഞ്ഞതാവേണ്ട ആവശ്യമില്ല. ഇതാ കണ്ടോ, അങ്ങനെ ആവുമ്പോൾ കണ്ടോ ആവുന്നുണ്ട് പൊട്ടറ്റോ, അത്രയേ ആവേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അതുപോലെ ക്യാരറ്റും വെന്തിട്ടുണ്ട്. പിന്നെ വട്ടണ ഓൾറെഡി അധികം മൂപ്പാവാത്തതുകൊണ്ട് നന്നായി വെന്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി മണം. ഈ സബ്ജി മസാലയില്ലേ, ഇത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കിട്ടും. പക്ഷേ അഥവാ അത് കയ്യിലില്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. പക്ഷേ ഗരം മസാലയെക്കാളും കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് ഈ മസാലയാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെയാണ്. അതിന് അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പില, നിങ്ങൾക്കറിയാലോ ഞാൻ ആദ്യം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല, ഇത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെന്താ വെച്ചാൽ ആദ്യം ചേർത്ത് കൊടുത്താണ്ടല്ലോ കറിവേപ്പിലേക്ക് അങ്ങോട്ട് എന്താ പറയുക, ഇത് ആയിട്ട് അങ്ങോട്ട് വാടിപ്പോവും. അപ്പോൾ അവസാനമാണ് ഞാനിത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇളകി ചേർന്ന് വരും കേട്ടോ. അപ്പോൾ ഇതാ കറിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്, നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾ ഭാജി തയ്യാറായി കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണിത് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ഈ മസാല തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കൂ. ഇതിൽ മുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല, മുളക് പൊടി സ്കിപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മുളക് പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ മുളക് പൊടി ചേർത്താലും അധികം എരിവൊന്നും ആവണില്ല, ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ അത് അധികം എരിവുള്ള മുളക് പൊടിയൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇത് മസാല മാത്രം ചേർത്താലും അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ വെജിറ്റബിൾ ഭാജി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഭാജിയില്ലേ, ഇതിൻ്റെ കൂടെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എന്താണെന്നറിയോ വേണ്ടത്, ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാൽ ഫ്രൈ കേട്ടോ. ഡാൽ ഫ്രൈയും ഈ ഭാജിയും ഒരു പപ്പടും ഒരു കഷ്ണം അച്ചാറും കൂടി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കട്ട തൈരും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ. അപ്പോൾ എല്ലാവരും ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഫുള്ളായിട്ട് കാണുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്താണ് വട്ടണയൊക്കെ നല്ല ഫ്രഷായി കിട്ടുക. നാട്ടിലുള്ളവർക്ക് എനിക്കറിയില്ല കിട്ടുമെന്ന്, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ടോയെന്ന്. ഇവിടെയൊക്കെ നന്നായി കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇത് ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെയല്ല, നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഭാജിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഈ ഭാജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി, നമസ്കാരം.